നമസ്കാരം. ഉർവശി ശാപം ഉപകാരമാവുമെന്ന് പറയും പോലെയാണ് പ്രവാസികളുടെ ഇപ്പോഴത്തെ കാര്യം. ഗൾഫ് നാടുകളിൽ വിയർപ്പൊഴുക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് വിപണിയിലെ പുതിയ മാറ്റങ്ങൾ വലിയ ആശ്വാസമായിട്ട് മാറുകയാണ്. ഏഷ്യൻ രാജ്യങ്ങളിലെ നാണയങ്ങളുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് ആദ്യ കാഴ്ചയിൽ പ്രതിസന്ധിയായി തോന്നിയെങ്കിലും നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസി സമൂഹത്തിന് ഇത് നൽകുന്നത് വലിയ നേട്ടമാണ്. കഠിനാധ്വാനത്തിലൂടെ സമ്പാദിക്കുന്ന ഓരോ ദിർഹത്തിനും മുൻപെങ്ങുമില്ലാത്ത വിധം ഉയർന്ന വിനിമയ നിരക്ക് ലഭിക്കുന്നത് പ്രവാസി കുടുംബങ്ങൾക്ക് വലിയ താങ്ങാവുകയാണ്. സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും കൈവന്ന ഈ അനുകൂല സാഹചര്യം കൃത്യമായി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് UAE-യിലെ മലയാളി പ്രവാസി സമൂഹം. ഏഷ്യൻ രാജ്യങ്ങളിലെ കറൻസികളുടെ മൂല്യം തകർന്നടിയുകയാണ്. എന്നാൽ ഇത് UAE-യിലെ പ്രവാസികൾക്ക് വൻ നേട്ടമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇന്ത്യൻ രൂപ, ഫിലിപ്പീൻ പെസോ, പാകിസ്ഥാൻ രൂപ തുടങ്ങിയവ സമീപകാലത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ തുടരുന്നതോടെ നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഓരോ ദിർഹത്തിനും മികച്ച മൂല്യമാണ് ലഭിക്കുന്നത്. UAE ദിർഹത്തിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 26.08 എന്ന റെക്കോർഡ് ഇടിവിലാണ് രേഖപ്പെടുത്തിയത്. ഈ സാഹചര്യം മുതലെടുത്ത എക്സ്ചേഞ്ചുകളിലേക്ക് ആളുകൾ വൻതോതിൽ ഒഴുകിയെത്തുകയാണ്. സാധാരണ അയക്കുന്നതിലും വലിയ തുകകൾ പ്രവാസികൾ ഇപ്പോൾ സ്വന്തം നാടുകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഇതോടെ വലിയൊരു ട്രാൻസ്ഫർ വിൻഡോയാണ് പ്രവാസികൾക്കായിട്ട് തുറക്കപ്പെട്ടത്. നിലവിലുള്ള ഉയർന്ന നിരക്ക് പ്രയോജനപ്പെടുത്തി തുകയുടെ ഒരു പങ്ക് ഇപ്പോൾ അയക്കുകയും നിരക്ക് ഇനിയും ഉയർന്നാൽ ബാക്കി കൈമാറാനുമായി തുക വിഭജിച്ച് അയക്കുന്ന തന്ത്രമാണ് മലയാളികളടക്കമുള്ള ഭൂരിഭാഗം പ്രവാസികളും ഇപ്പോൾ പരീക്ഷിക്കുന്നത്. ഫിലിപ്പീൻ പെസോ ദിർഹത്തിനെതിരെ 16 മുതൽ 16.48 വരെയുള്ള നിരക്കിലാണ് വിനിമയം നടക്കുന്നത്. ആഗോളതലത്തിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുമാണ് പെസോയുടെ മൂല്യം ഇടിയാൻ കാരണമായത്. ഡോളറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കറൻസി ആയതിനാൽ US ഡോളറിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ദിർഹത്തിലൂടെയും പെസോയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. നിലവിലെ അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നീക്കത്തിലാണ് പ്രവാസി കുടുംബങ്ങൾ. നമുക്കറിയാം, രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ പലപ്പോഴും പ്രവാസികൾക്ക് അത് നേട്ടമായിട്ട് മാറാറുണ്ട്. ഇതിനു മുമ്പും രൂപ ഇടിഞ്ഞു തകർന്നപ്പോഴും പ്രവാസികൾ വലിയ രീതിയിലുള്ള നേട്ടമാണ് കൊയ്തത്. അപ്പോഴും ഇതുപോലെ എക്സ്ചേഞ്ചുകളിൽ വൻ തിരക്കാണ് രേഖപ്പെടുത്തിയത്. എന്തായാലും വിപണിയിലെ ഈ അനുകൂല തരംഗം എത്ര നാൾ തുടരുമെന്ന കാര്യത്തിൽ പ്രവാസികൾക്കിടയിൽ ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പൂർണ്ണ തുകയും ഒറ്റയടിക്ക് കൈമാറുന്നതാണോ അതോ വിനിമയ നിരക്കിലെ കൂടുതൽ ഉയർച്ചയ്ക്കായി കാത്തിരിക്കുകയാണോ ബുദ്ധി എന്ന കാര്യത്തിൽ പലരും ഇപ്പോഴും ആലോചനയിലാണ്. എങ്കിലും നിലവിലെ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിലെ വിപണി വ്യതിയാനങ്ങൾ പ്രവാസി സാമ്പത്തിക ലോകത്ത് നിർണായകമാകും. അന്താരാഷ്ട്ര തലത്തിൽ പുകയുന്ന ഇറാൻ-US സംഘർഷവും യുദ്ധഭീതിയും ഒക്കെയാണ് നിലവിലെ സാമ്പത്തിക അസ്ഥിരതയ്ക്ക് വേഗത കൂട്ടുന്നത്. തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്കിൽ നിലനിൽക്കുന്ന തടസ്സങ്ങളും പുകച്ചിലും ആഗോള എണ്ണ വിപണിയെയും കപ്പൽ ഗതാഗതത്തെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. അസംസ്കൃത എണ്ണയിലുണ്ടാകുന്ന കുതിച്ചുചാട്ടവും US ഡോളറിനുണ്ടായ മാറ്റവും ഒക്കെ ലോക സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കുകയും ഏഷ്യൻ നാണയങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുകയൊക്കെ ചെയ്യുന്നു. വിപണിയിലെ തളർച്ചയും വാണിജ്യ മേഖലയിലെ അനിശ്ചിതത്വവും തുടർന്നാൽ പല കമ്പനികളിലും തൊഴിൽ നഷ്ടം വർദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പ്രകൃതിവാതകങ്ങളുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഗൾഫ് നാടുകളിലെ വൻകിട വികസന പദ്ധതികളുടെ വേഗത കുറച്ചിട്ടുണ്ട്. അനാവശ്യ ചെലവുകൾ ചുരുക്കി സാമ്പത്തിക കരുതൽ ശേഖരം ഉണ്ടാക്കാനാണ് ഭൂരിഭാഗം പ്രവാസികളും ശ്രമിക്കുന്നത്. ജോലി സ്ഥിരത ഉറപ്പില്ലാത്തതിനാൽ ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്നും വായ്പകളിൽ നിന്നും പലരും പിന്നോട്ട് വലിയുന്നുണ്ട്. യുദ്ധഭീതിയും സാമ്പത്തിക തകർച്ചയും എത്രയും വേഗം മാറി മേഖലയിൽ സമാധാനവും സ്ഥിരതയും തിരിച്ചെത്തുമെന്ന് പ്രവാസി സമൂഹം ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് പലരും ഇപ്പോൾ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് പ്രവാസികളുടെ പണമാണ്. അതൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടിയാണ്. കോടിക്കണക്കിന് രൂപയാണ് പ്രവാസി പണമായിട്ട് നമ്മുടെ നാട്ടിലെത്തുന്നത്. കേരളത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ മുന്നേറ്റത്തിന് പിന്നിൽ ഈ പ്രവാസി പണത്തിന് വലിയ പങ്കുണ്ട്. ഗൾഫ് നാടുകളിൽ പ്രവാസി കുടിയേറ്റം ഉണ്ടായതിനു ശേഷമാണ് കേരളം ഇന്നത്തെ രീതിയിലേക്കൊന്ന് മാറി മറിഞ്ഞത്. അത് എല്ലാ മേഖലയിലും സ്വാധീനം വരുത്തി വെച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, കോവിഡ് കാലത്ത് ലക്ഷക്കണക്കിന് പ്രവാസികൾ തിരിച്ചു വന്നപ്പോൾ ഇവരെയൊക്കെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ വലിയ ആശങ്കയാണ് നിലനിന്നത്. പിന്നീട് പലരും തിരിച്ചുപോയി. ആശങ്കയ്ക്ക് ഒരു പരിധിവരെയൊക്കെ പരിഹാരമായിരുന്നു. പക്ഷേ പശ്ചിമേഷ്യൻ പ്രതിസന്ധി വലിയ രീതിയിലാണ് പ്രവാസി സമൂഹത്തെ ബാധിച്ചിരിക്കുന്നത്.